ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സ്വർണ്ണ വെള്ളി എന്ന് സഭയിൽ അറിയപ്പെടുന്ന ദിവസമാണ്. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു മുടന്തന് സൗഖ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് തന്നെ വരുന്നത്. സുന്ദര കവാടമെന്ന് പേരുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്ന, വർഷങ്ങളായി ഭിക്ഷ യാചിച്ചിരുന്ന ഒരു മുടന്തൻ ദേവാലയത്തിലെ നിശ്ചിത പ്രാർത്ഥനാ സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് പോവുകയായിരുന്ന പത്രോസിനോടും യോഹന്നാനോടും സഹായം ചോദിക്കുന്നു. പത്രോസ് അവൻ്റെ നേരെ നോക്കിയിട്ട് പറയുന്നു, എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷെ നസ്രായനായ ഈശോയുടെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ ആ ശാരീരിക ബലഹീനതയിൽ നിന്ന് ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ എന്നേക്കുമായി മോചനം കൊടുക്കുന്നു. അത് സ്വർണ്ണവെള്ളി എന്ന് തിരുസഭയിൽ അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മളിന്ന് രോഗികളായ ആളുകൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ സൗഖ്യദായകമായ സൗഖ്യം കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ നിന്ന് വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ നിന്നാണ്. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. ഈശോ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നായിനിലെ വിധവയുടെ മകനെ ഈശോ ഉയർപ്പിക്കുന്ന മറ്റൊരു വലിയ അത്ഭുതമാണ് സുവിശേഷത്തിൽ ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. മരണത്തിൻ്റെ ഒരു ലക്ഷണമായി സുവിശേഷം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് അവൻ്റെ സംസാരം നിന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മരിച്ചവൻ എഴുന്നേറ്റിരുന്നപ്പോൾ ഉടനെ അവൻ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവൻ്റെ ലക്ഷണമാണ്, ജീവൻ ഉള്ളതിൻ്റെ ലക്ഷണമാണ് സംസാരിക്കുക എന്നുള്ളത്. അത് സംസാരമാകുന്നപ്പോൾ, അവൻ മരിച്ചപ്പോൾ അത് അവനെ അമ്മയിൽ നിന്ന് അകറ്റി, ബന്ധുക്കളിൽ നിന്ന് അകറ്റി. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ഭവനങ്ങളിലുമൊക്കെ ഒരു തരത്തിലൊരു ആത്മീയ മരണം സംഭവിക്കുന്നു, ഒരു സാമൂഹിക മരണം സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ സംസാരങ്ങൾ കുറഞ്ഞിരിക്കുന്നു. പലപ്പോഴും സംസാരങ്ങൾ തീരെ ഇല്ലാതാകുന്നു. നമ്മൾ സംസാരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഉപകരണങ്ങളോട് മാത്രമാകുന്നു, ഫോണിനോടും അങ്ങനെയുള്ള കാര്യങ്ങളോടും മാത്രം സംസാരിച്ച് മനുഷ്യരോട് സംസാരിക്കാൻ, നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും സംസാരിക്കാൻ നമ്മൾ മറന്നു പോകുന്നു. നമുക്ക് സമയമില്ലാതെ വരുന്നു. ഒരു ആത്മീയമായ അർത്ഥത്തിൽ ഒരുതരം മരണമാണ്, അതൊരു സാമൂഹിക മരണമാണ്. നമുക്ക് ആ മരണത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാൻ ഈശോ ഇന്ന് നമ്മളെ ഈ സുവിശേഷത്തിലൂടെ പ്രത്യേകമായി വിളിക്കുന്നു. നമുക്ക് നമ്മുടെ കൂടെയുള്ളവരോട്, ചുറ്റുമുള്ളവരോട് സ്നേഹപൂർവ്വം സംസാരിക്കാനും അവരിലും നമ്മളിലും ജീവൻ്റെ അംശം പരസ്പരം കണ്ടെത്താനും പരിശ്രമിക്കാം. ആത്മീയ മരണത്തിൽ നിന്ന് മാറിയിരിക്കാൻ ഈശോ നമ്മളെയും തൊട്ട് സുഖപ്പെടുത്തട്ടെ, ഉയർപ്പിക്കട്ടെ. ആമേൻ.